ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണേ. ഈ സാരി ഈ പാവാടയുമായി വച്ച് തച്ച് റെഡിമെയ്ഡ് സാരി ഉണ്ടാക്കുന്ന വീഡിയോ ആണേ. അതിനാദ്യമായിട്ട് ഈ പാവാടയുടെ ഇടുപ്പ് വശം പിരിത്തെടുക്കണം. എന്നിട്ട് സാരിയുടെ മുകൾ വശം നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് അളന്നെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. സാരി പ്ലീറ്റ് എടുക്കുന്ന ഭാഗം ഇതുപോലെ പ്ലീറ്റ് കണക്കിന് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. ഉടുക്കുന്ന ഭാഗം ഇതുപോലെ നീളത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. പാവാടയുടെ മുകൾ വശം ഇതുപോലെ പിരുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാരി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പാവാടയുടെ ഒരു സൈഡ് ഇതുപോലെ മുഴുവനായും പിരുത്തെടുക്കണം. നമ്മുടെ വലതുവശത്ത് വരുന്ന രീതിയിൽ വേണം പിരുത്തെടുക്കേണ്ടത്. പാവാടയുടെ പിരുത്ത ഭാഗവും സാരിയുടെ എൻഡ് ഭാഗവും ഇങ്ങനെ വെച്ച് യോജിപ്പിക്കണം. ഇത് ഇറക്ക ഭാഗമാണേ. പാവാട ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ വെച്ച് യോജിപ്പിക്കണം. ഇവിടെ വേണം ആ യോജിപ്പിച്ച ഭാഗം. അതിനുശേഷം നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത പ്ലീറ്റ് ഇല്ലേ, ആ പ്ലീറ്റ് ഭാഗം ഈ പാവാടയിലോട്ട് യോജിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുമേ. പ്ലേറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടത് വശത്തായിട്ട് ഇങ്ങനെ 4 4.5 അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഓപ്പൺ അവിടെ കൊടുക്കേണ്ടതുണ്ട്. അവിടെ കട്ട് ചെയ്ത് ഓപ്പൺ വച്ചതിന് ശേഷമേ നമുക്ക് ഇടുപ്പ് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം കറക്റ്റാക്കി വച്ചും കൊണ്ട് ഇടുപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പാവാടയിൽ നിന്ന് പിരിത്ത് മാറ്റിവെച്ച പട്ട അഹംവശത്തു നിന്ന് പുറത്തേക്ക് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. സാരി ഉടുത്ത് തുടങ്ങുന്നവർക്കും സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ സാരി ഉടുക്കാം. ഇനി പാവാട നേരത്തെ പിരുത്ത ഭാഗവും സാരിയുടെ ഭാഗവും യോജിപ്പിച്ചെടുക്കണം. നേരത്തെ കുറച്ച് യോജിപ്പിച്ച് വെച്ചിരുന്നില്ലേ, ആ ഭാഗം രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ റെഡിമെയ്ഡ് സാരി റെഡിയാകും. മുകൾ വശം പാവാട കട്ട് ചെയ്യുമ്പോൾ സാരിയെക്കാളും ഒരല്പം ഇറക്കം കുറച്ച് വേണം പാവാട കട്ട് ചെയ്യേണ്ടത്. ഇനി വള്ളിയിട്ട് കറക്റ്റാക്കി എടുക്കാം. ആവശ്യക്കാർക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നതാണേ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ.